ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വൺ ഷോട്ട് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എന്താ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ICICI കാർഡിൻ്റെ വിസ, പ്രീപെയ്ഡ്, ഗിഫ്റ്റ് കാർഡ് കുറേ പേരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയാതെ കയ്യിൽ വെച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ക്രോമിൽ പോയിട്ട് ICICI ഗിഫ്റ്റ് കാർഡ് സെൽഫ് കെയർ പോർട്ടൽ എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ സൈറ്റ് ഓപ്പൺ ആയി വരും. അപ്പോൾ സെൽഫ് കെയർ പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ആദ്യം കാണുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുന്നത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ്. അതിനകത്ത് നമ്മുടെ ഗിഫ്റ്റ് കാർഡിൻ്റെ ബാക്കിലുള്ള 16 നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കാർഡ് നമ്പർ അടിച്ചു കൊടുത്ത് CVV അടിച്ചു കൊടുത്ത് അടിയിലുള്ള ക്യാപ്ച അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സൈനപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ അതിൽ നമ്മൾ യൂസർ ID ക്രിയേറ്റ് ചെയ്യണം, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ഇതിൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് യൂസർ IDയും പാസ്വേഡുകളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ അവസാനം വരെ എല്ലാവരും കാണുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ടാവും ./_ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ 3 അക്കങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ, യൂസർ ID ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. ഞാൻ വെറുതെ കാണിക്കുന്നതേ ഉള്ളൂ. .// 4 ഡോട്ട്, പിന്നെ ഒരു സ്പേസ്, പിന്നെ 4 ഡോട്ട്, പിന്നെ സ്ലാഷ്, -_ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് വെച്ചാൽ അതുപോലെ. പാസ്വേഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ അക്ഷരം വേണം, ഒരു നമ്പർ വേണം, പിന്നെ ഒരു ചെറിയ അക്ഷരം വേണം, പിന്നെ #, ഡോട്ട്, കോമ. ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ മറന്നു പോകാതെ കൈയോടെ നമുക്ക് അത് കിട്ടും. മറന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യം ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ ഒരു അക്കം, അതിനുശേഷം #, പിന്നെ ഒരു ഡോട്ട്, ഒരു കോമ. ഒന്നുകൂടി നോക്കാം. ആദ്യം ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ ഒരു നമ്പർ, പിന്നെ ഒരു സ്മോൾ ലെറ്റർ, പിന്നെ #, ഡോട്ട്, കോമ. അത് തന്നെ നമ്മൾ കൺഫേം പാസ്വേഡിൽ സെയിം തന്നെ അടിച്ചു കൊടുക്കണം. ആദ്യം ക്യാപിറ്റൽ ലെറ്റർ, പിന്നെ നമ്പർ, പിന്നെ 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 #, ഡോട്ട്, കോമ. പിന്നെ ട്രാൻസാക്ഷൻ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു പാസ്വേഡ് ഉണ്ടാക്കണം. അതും ഇതുപോലെ തന്നെയാണ്, സെയിം തന്നെയാണ്. അത് നമുക്ക് വേറെ എന്തെങ്കിലും മാറ്റിയിട്ട് ഇതേ മോഡലിൽ തന്നെ അടിച്ചു വിടാവുന്നതാണ്.
പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 8 അക്കം വേണം. പിന്നെ വേണ്ടത് ട്രാൻസ് ഐ ഡി നമ്മൾ ഒന്നുകൂടി കൺഫേം ചെയ്ത് കൊടുക്കുക. പിന്നെ ഫസ്റ്റ് സെക്യൂരിറ്റി ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് അതിൽ 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലേതാണ് നിങ്ങൾക്ക് താല്പര്യം വെച്ചെങ്കിൽ അത് കൊടുത്തിട്ട് അതിൻ്റെ ആൻസറും കൂടെ കൊടുക്കുക. നിങ്ങൾക്ക് ഇനി മറന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഇൻ്റർഫേസിലേക്ക് പോകുന്നതാണ്. അവിടെ നമ്മൾ പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അവിടെ നമുക്ക് എത്ര രൂപ ബാലൻസ് ഉണ്ട്, അക്കൗണ്ട് ബാലൻസ് എത്രയുണ്ട്, ടെമ്പററി ക്രെഡിറ്റ് ബാലൻസ്, പ്രൈമറി അക്കൗണ്ട്, മിനി സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും.